നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ യുദ്ധരംഗമായ ഗാസ വീണ്ടും ലോക ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള രക്തസാക്ഷി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ പ്രഖ്യാപനം സംഘർഷത്തിന്റെ ദിശ തന്നെ മാറ്റുവാൻ സാധ്യതയുള്ളതാണ്. ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന ഹമാസ് പോരാളികളുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന. ഈ ഇടക്കാല സേനയ്ക്ക് 2 വർഷത്തേക്ക് ഭരണ ചുമതല നൽകുന്ന ചർച്ചകൾ ഇപ്പോൾ യുഎസ് സുരക്ഷാ സമിതിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. ട്രംപിന്റെ വാക്കുകളിൽ ഗാസയിലെ മനുഷ്യാവകാശ സംരക്ഷണത്തിനും ഹമാസിന്റെ നിരായുധീകരണത്തിനും അന്താരാഷ്ട്ര സമൂഹം നേരിട്ട് ഇടപെടേണ്ട സമയമാണിത്. ഗാസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേന ഉടൻ എത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. യുഎസ് പദ്ധതിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത് ഈജിപ്ത്, ഖത്തർ, UAE, സൗദി അറേബ്യ, തുർക്കി എന്നീ പ്രധാന അറബ് രാജ്യങ്ങളാണ്. ഇവരുടെ സഹകരണത്തോടെയാണ് 20,000 സൈനികരടങ്ങിയ സുരക്ഷാ സേന ഗാസയിലേക്ക് എത്തുക. ഈ സേനയുടെ മുഖ്യ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഹമാസിന്റെ നിരായുധീകരണം, അമൂല്യമായ സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കൽ, തുരങ്കങ്ങൾ അടച്ചുപൂട്ടൽ, സഹായ വിതരണം ഉറപ്പാക്കൽ എന്നിവയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും 190-ലധികം ആക്രമണങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തി. അവയിൽ 240-ലേറെ ഫലസ്തീനികൾ ഇതിനകം ജീവൻ നഷ്ടമായി. ഇസ്രയേൽ സൈന്യം ഇപ്പോഴും യെല്ലോ ലൈനിലെ തുരങ്കങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുടുങ്ങിയിരിക്കുന്ന 150-ലധികം ഹമാസ് പോരാളികളുടെ സുരക്ഷിത മോചനം സംബന്ധിച്ച ചർച്ചകൾ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആയുധങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ സുരക്ഷിത പാത ഒരുക്കാമെന്നാണ് മധ്യസ്ഥർ പറയുന്നത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. തുരങ്കങ്ങൾ തകർക്കും വരെ ആക്രമണം നിർത്തില്ല, ഹമാസ് നിരായുധമാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് ജിഹാദ് സംഘം റെഡ് ക്രോസിന്റെ ഇടപെടലിലൂടെ ഒരു ഇസ്രായേൽ ബന്ദിയുടെ മൃതദേഹം കൈമാറിയിരുന്നു. ഇനി 5 മൃതദേഹങ്ങൾ കൂടി കൈമാറുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ഈ മൃതശരീരങ്ങൾ കൈമാറുന്നത് യുദ്ധനിരപ്പിൽ മനുഷ്യാവകാശ പ്രതീകമായ ഒരു ചെറിയ പ്രതീക്ഷയായി ലോകം കാണുകയാണ്. റഫ ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടൻ തുറക്കണം. സഹായം എത്തിക്കാതെ പോവുകയാണെങ്കിൽ പട്ടിണിയും ദുരിതവും മനുഷ്യാവകാശ പ്രതിസന്ധിയും അതിർത്തികൾ കടക്കും. ഗുട്ടറൻസിന്റെ ഈ പ്രസ്താവന ഗാസയിൽ തുടർന്ന മനുഷ്യാവകാശ ദുരിതത്തിന്റെ ഗൗരവം ഓർമ്മിപ്പിക്കുന്നതാണ്. ഇതിനിടെ ട്രംപ് മറ്റൊരു പ്രധാന പ്രഖ്യാപനവും നടത്തി. അബ്രഹാം ഉടമ്പടിയിലേക്ക് ഖസഖ്സ്ഥാനും ചേർക്കുവാനുള്ള സന്നദ്ധ അറിയിച്ചതിനെ അദ്ദേഹം വലിയ നേട്ടമെന്ന് വിശേഷിപ്പിച്ചു. ഇത് ഇസ്രയേലിനും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്കും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്ന നീക്കമായാണ് കണക്കാക്കുന്നത്. ബഹ്റൈൻ, മൊറാക്കോ, സുഡാൻ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം ആ ഉടമ്പടിയിൽ ചേർന്നിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ ശക്തമാകുമ്പോൾ മനുഷ്യരുടെ ജീവിതങ്ങൾ രക്ഷിക്കുവാനായി അന്താരാഷ്ട്ര സമൂഹം ഒരിക്കലും കാണാത്ത രീതിയിൽ ഒന്നിച്ചു വരികയാണ്. എന്നാൽ ഹമാസ് ആയുധം താഴെ വയ്ക്കും വരെ ഇസ്രയേൽ ആക്രമണം നിർത്തുമോ എന്നതിലാണ് ലോകത്തിന്റെ കണ്ണ്. ഗാസയുടെ മണ്ണിൽ വീണ കണ്ണുനീർ ഉണങ്ങുമോ, അല്ലെങ്കിൽ പുതിയ യുദ്ധത്തിന്റെ വിത്താണ് വിതച്ചതെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും. ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരും എന്ന് തന്നെയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. ഗാസയിലും ലെബനാനിലും ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. ഗാസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അടക്കം ചെയ്ത പലസ്തീനികളുടെ എണ്ണം 10,000-ന് മുകളിലെന്നാണ് റിപ്പോർട്ട്. ഒക്ടോബർ 10-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ആക്രമണ നടപടികൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നുണ്ട്. ഗാസയിൽ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കണമെന്നാണ് കാറ്റ്സ് ആവശ്യപ്പെടുന്നത്. ഗാസ മുനമ്പിൽ ഇസ്രയേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതരായി തിരിച്ചയക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് കാറ്റ്സിന്റെ പ്രതികരണം. റഫ മേഖലയിൽ ഉടനീളമുള്ള തുരങ്കങ്ങളിൽ 200-ഓളം സായുധ ഹമാസ് അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. ഇസ്രയേലിലെ നിയന്ത്രണമുള്ള മഞ്ഞവരയ്ക്കുള്ളിൽ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. എല്ലാ ബന്ദികളുടെ മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കുന്നതിനൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതും ഇസ്രയേൽ ലക്ഷ്യമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ മാസം 10-ന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം 22 ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഹമാസ് വിട്ടു നൽകിയത്. 6 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. 45 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തെക്കൻ ഗസയ്ക്ക് നേരെയും മറ്റും ഇസ്രയേൽ ആക്രമണം തുടരുന്നുണ്ട്. ദക്ഷിണ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യാപകമായ വ്യോമാക്രമണം നടത്തി. ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ ചുരുങ്ങിയത് 10,000 മൃതദേഹങ്ങൾ അടക്കം ചെയ്യപ്പെട്ടതായാണ് ഗാസ അധികൃതർ വെളിപ്പെടുത്തുന്നത്. ഗാസയിലേക്ക് സഹായ ഹസ്തങ്ങളുമായി കൂടുതൽ ട്രക്കുകൾ അനുവദിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രയേൽ നിരന്തരം തള്ളുന്നതായി UN ഏജൻസികൾ കുറ്റപ്പെടുത്തി. ഗാസയിലെ ദുരിതബാധിതരുടെ അവസ്ഥ ഇത് കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ പുതുതായി ഖസക്കിസ്ഥാൻ കൂടി അബ്രഹാം കരാറിന്റെ ഭാഗമാകുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. കൂടാതെ അമേരിക്കയുടെ അതിസുരക്ഷിതമായ സൈനിക കേന്ദ്രത്തിൽ അജ്ഞാത വെളുത്ത പൊടി ലഭിച്ചതോടെ രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികൾ അടിയന്തര ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
സംഭവം നടന്നത് മേരിലാൻഡിലെ ആൻഡ്രൂസ് ജോയിന്റ് ബേസിലാണ്. US പ്രസിഡന്റ് മുതൽ ലോക നേതാക്കൾ വരെ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളിൽ ഒന്നാണിത്. താവളത്തിലെ ഒരു ഓഫീസിലേക്കാണ് വെളുത്ത പൊടി അടങ്ങിയ പാക്കറ്റ് എത്തിയത്. പാക്കറ്റ് തുറന്ന ഉടൻ തന്നെ ചില ജീവനക്കാർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. തലചുറ്റൽ, ശ്വാസമുട്ടൽ, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളായിരുന്നു അത്. ഭീതിയിലായ ജീവനക്കാരെ ഉടൻ മാൽക്കം ഗ്രോവ് മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. അവരെ അവിടെ വിശദമായ മെഡിക്കൽ പരിശോധനകൾക്കും വിധേയരാക്കി. എല്ലാവരും ഇപ്പോൾ സുഖമായിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും അവർ വിട്ടതായും സ്ഥിരീകരിച്ച US സൈന്യം പിന്നീട് പ്രസ്താവന പുറത്തിറക്കി. സംഭവം അറിയിച്ചതോടെ സൈനിക, പോലീസ്, FBI, അപകടകരമായ വസ്തുക്കളിലെ വിദഗ്ധ സംഘം അടക്കമുള്ള ഏജൻസികൾ ഉടൻ സ്ഥലത്തേക്ക് എത്തി. സംശയാസ്പദമായി പാക്കറ്റ് ലഭിച്ച കെട്ടിടം സുരക്ഷാ വലയം ഏർപ്പെടുത്തി ഒഴിപ്പിച്ചു. പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്ത് മണിക്കൂറുകളോളം പരിശോധന നടത്തി. വെളുത്ത പൊടി രാസമോ ജൈവമോ ആയ ആയുധമാണോ എന്ന് പരിശോധിക്കാൻ ഫോറൻസിക് ടെസ്റ്റുകൾ നടത്തി. എന്നാൽ ആദ്യ പരിശോധനയിൽ തന്നെ അപകടകരമായ രാസവസ്തുക്കളോ വിഷപദാർത്ഥങ്ങളോ ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് അധികൃതർ നൽകുന്ന റിപ്പോർട്ട്. അന്വേഷണ സംഘം ഉറപ്പിച്ചതനുസരിച്ച് സംഭവം പ്രത്യാക്രമണ ഭീഷണിയല്ല. താവളത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും സംഭവം സുരക്ഷാ പ്രോട്ടോകോളുകളുടെ ഗൗരവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന കമാൻഡ് ആസ്ഥാനം എന്ന നിലയിൽ ആൻഡ്രൂസ് ജോയിന്റ് ബേസ് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ ഹൃദയമാണ്. ഈ താവളത്തിൽ നിന്നാണ് US പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഉന്നത പ്രതിനിധികൾ എന്നിവർ വിദേശ യാത്രകൾക്കും അടിയന്തര സൈനിക നീക്കങ്ങൾക്കും പറന്നുയരുന്നത്. എയർഫോഴ്സ് 1, മറൈൻ 1 തുടങ്ങിയ പ്രസിഡന്റിന്റെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇതേ താവളത്തിലാണ് സ്ഥിരമായി നിൽക്കുന്നത്. അത്തരമൊരു കേന്ദ്രത്തിൽ തന്നെ അജ്ഞാത പാക്കറ്റ് എത്തിയത് ഈ അമേരിക്കൻ സുരക്ഷാ സംവിധാനത്തിന്റെ വീഴ്ചയായാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. പാക്കറ്റ് എവിടെ നിന്നാണ് വന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇത് തപാൽ മുഖേനയോ അകത്ത് നിന്നുള്ളവരിലൂടെയോ എത്തിച്ചതാകാമെന്നതാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സൈനിക താവളത്തിനകത്തേക്ക് വസ്തുക്കൾ എത്തിക്കുന്ന പ്രോട്ടോകോളിൽ പുനർപരിശോധന നടത്തുവാൻ സൈനികാധികാരികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ സയനിസ്റ്റ് പ്രചാരണത്തെ ചെറുക്കുന്നതിനായി ഒരു പുതിയ ഹീബ്രു ഭാഷാ TV ചാനൽ ഉൾപ്പെടെ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ ദേശീയ നയങ്ങൾക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അംഗീകാരം നൽകി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഹീബ്രു ഭാഷയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പുതിയ അന്താരാഷ്ട്ര ടെലിവിഷൻ ശൃംഖല സ്ഥാപിക്കും. IRNA വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബറിൽ സുപ്രീം കൌൺസിൽ ഓഫ് ദി കൾച്ചറൽ റെവല്യൂഷണർ ഈ നടപടികൾ അംഗീകരിച്ചു. കൂടാതെ കൌൺസിൽ ചെയർമാൻ എന്ന നിലയിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഔദ്യോഗികമായി ഒപ്പുവെച്ചു. വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവ മുതൽ ആരോഗ്യം, ദേശീയ പ്രക്ഷേപണം വരെയുള്ള ഒന്നിലധികം മന്ത്രാലയങ്ങളിലും സംസ്ഥാന സ്ഥാപനങ്ങളിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ പുറപ്പെടുവിച്ചു. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുക, സാമൂഹിക പ്രതിരോധ ശേഷി പ്രോത്സാഹിപ്പിക്കുക, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, പ്രതിരോധ മേഖല എന്നിവയ്ക്കിടയിൽ ഏകോപനം വികസിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. പൊതുജനങ്ങളുടെ മനോവീര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങൾ, സമീപകാല സംഘർഷത്തിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ പിന്തുണയ്ക്കൽ, ഇറാനിയൻ സാംസ്കാരിക ശാസ്ത്ര നേട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയാണ് മറ്റ് വ്യവസ്ഥകൾ.